മലയാളം ബിഗ് ബോസിലെ സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സീസണിൽ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ബിഗ് ബോസ് കണ്ട ശേഷം വളരെയധികം സ്ട്രെസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിഗ് ബോസ് എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അതിൽ പങ്കെടുക്കുന്നതെല്ലാം അതിലെ അഭിനേതാക്കളാണ്. അവർ യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്നതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PR വർക്കിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഒരു പബ്ലിസിറ്റിയുടെയും ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ജീവിതമല്ല, ഇതെല്ലാം വെറും കഥ മാത്രമാണ്. അപ്പോൾ ഇതിനെ ആ തരത്തിൽ മാത്രമാണ് കാണേണ്ടത്. പലരും ഈ ഷോ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ഫാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഫാനായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എതിർക്കുന്ന ആളുകളോട്, ചിലപ്പോൾ ഒരാളാകാം, ഒന്നിൽ കൂടുതൽ ആളുകളാകാം, അവരോട് ഒരു ദേഷ്യം തോന്നുകയും അവരോട് ഒരു അത്തരത്തിലുള്ള ഒരു വൈരാഗ്യ മനോഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് പല ആളുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും മറ്റാളുകളും അത് എതിർക്കുന്ന ആളുകളുമായിട്ട് പലതരത്തിലുള്ള വഴക്കുകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാറുമുണ്ട്. അപ്പൊ ഇതിനെ ഒരു വലിയൊരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ടാണ് അഭിനേതാക്കൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കാണുന്ന ആളുകൾ ഇത് അവരൊരു എന്റർടൈൻമെന്റ് ഷോ ആയിട്ട് നടത്തുകയാണെങ്കിൽ പോലും കാണുന്ന ആളുകൾ ഇത് റിയൽ ആയിട്ട് ചിന്തിച്ച് ഈ രണ്ട് ഗ്രൂപ്പുകളോ അല്ലെ രണ്ട് ആളുകളുടെ ഇടയിലുള്ള ഒരു വൈരാഗ്യം പുറത്ത് സൃഷ്ടിച്ച് ആ ഒരു വൈരാഗ്യത്തിൽ അവർ പരസ്പരം വഴക്കടിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഇത് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരിക്കലും ഈ ഷോയെ ഒരു യഥാർത്ഥമായിട്ട് കാണാതെ ഇതിനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ട് അത് ആസ്വദിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഒരു സ്ട്രെസ് ഉണ്ടാവുകയോ ഒരു വൈരാഗ്യം ഉണ്ടാവുകയോ അത് നമുക്ക് പരിചയമില്ലാത്ത മറ്റാളുകളോട് വഴക്കുണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് കാണുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഇതിനെ പ്യുവറായിട്ടൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കണ്ട് അത്തരത്തിൽ നിങ്ങൾക്കൊരു എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ ഈ ബിഗ് ബോസിനെ കാണാൻ പാടുള്ളൂ.